Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫോണായ ഗാലക്സി M53 5G എന്ന ഈ ഒരു ഫോണിന്റെയാണ്. ഈ ഒരു ഫോൺ ഒരു നല്ല ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാനായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യാനാണെങ്കിലും തരക്കേടില്ലാത്ത നല്ല ഒരു സ്ലിം ആയ ലൈറ്റ് വെയിറ്റ് ആയ സാംസങ് ഫോണാണ്. സോ ഈ ഒരു ഫോണിന്റെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു നല്ല സാംസങ് ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. M സീരീസ് ആണ് M53 5G. ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്യാം ആദ്യം, എന്നിട്ടാവാം ബാക്കി എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗാലക്സി M53 5G എന്ന ഫോണിന്റെ ബോക്സ് ആണ്. സ്ലിമായ ബോക്സ് ആണ്, കാരണം നിങ്ങൾക്ക് ഊഹിക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോൺ കാണാം. ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി M53 5G. ഒരിത്തിരി വ്യത്യസ്തമായ നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. കാണാൻ ഒരു എലഗന്റ് ലുക്കൊക്കെ ഉണ്ടല്ലേ. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ കയ്യിൽ. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ സ്ലിം ആണ് കേട്ടോ ഫോൺ. 7.4 തിക്നെസ് ഒക്കെ വരുന്നുണ്ട്. വളരെ സ്ലിമായ ഒരു ഫോണാണ്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഫോണിന്റെ ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡോക്യുമെന്റേഷനും പിന്നെ സിം ടൂളും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി വെച്ചാൽ ഒരു ചാർജിങ് കേബിൾ ടൈപ്പ് C to C കേബിളും വരുന്നുണ്ട്. ഇതിന്റെ ഒപ്പം ചാർജർ വരുന്നില്ല. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. ബാറ്ററി ലൈഫിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ചാർജർ ബോക്സിൽ ഇല്ല എന്ന് കരുതി നിരാശപ്പെടേണ്ട. ഈ ഫോൺ M53 അല്ലെങ്കിൽ M33 ഈ ഫോണുകളുടെയൊക്കെ ഒപ്പം നിങ്ങൾ ചാർജർ കൂടി ആഡ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ താഴെ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഓപ്ഷൻ കാണും. അങ്ങനെ കാണുമ്പോൾ അതിൽ ആഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചാർജർ കൂടി വാങ്ങിക്കുകയാണെങ്കിൽ ചാർജറിന് 299 രൂപ മാത്രമേ വരുള്ളൂ. അതായത് M53യുടെയും M33യുടെ ഒക്കെ ഒപ്പം ചാർജർ വാങ്ങിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ചാർജർ വാങ്ങിക്കാൻ സാധിക്കുമെന്ന് സാരം. സോ ചാർജർ ആവശ്യമുള്ളവർക്ക് ആ രീതിയിൽ വാങ്ങിക്കാം. ബാറ്ററി 5000 mAh, നല്ല ബാറ്ററി ലൈഫും തരുന്നുണ്ട്. ഇനി ഫോണിന്റെ ഒരു ക്ലോസർ ലുക്ക്. താഴത്തെ സൈഡിൽ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകൾ കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ. 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും ഡെപ്ത് സെൻസറും വരുന്നു. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്. സൂപ്പർ ആമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓവറോൾ ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നാമത് 7.4 ഒക്കെ വരുന്ന വളരെ സ്ലിം ആയ ഒരു ഫോണാണെന്നുള്ളത് കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. സോ ഒരു കംഫർട്ടബിൾ ആയ സാംസങ് ഫോണാണ്. 108 മെഗാ പിക്സലിന്റെ ക്യാമറ. ആദ്യം ഇതിന്റെ ക്യാമറയുടെ കാര്യം പറയാം. ഈയിടെയായിട്ട് ഞാൻ സാംസങ്ങിന്റെ ഫോണുകൾ എടുക്കുമ്പോൾ ആദ്യം ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇതിലും അങ്ങനെ തന്നെ ചെയ്യാം. 108 മെഗാ പിക്സലിന്റെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് ഇതിന്റെ ക്യാമറ കൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഡേ ലൈറ്റിലായാലും ശരി, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും ശരി, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ കിട്ടുന്നുണ്ട്. വീഡിയോസ് നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് മതിയാവോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാലും നല്ല ക്വാളിറ്റി ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസന്റ് ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ് ഡേ ലൈറ്റിൽ കിട്ടുന്നത്. ഇൻഡോർ ലൈറ്റിംഗിലേക്ക്, കോംപ്ലിക്കേറ്റഡ് ആയ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്തും നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് ഇതിന്റെ സെൽഫി ക്യാമറ തരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി തന്നെ ഇതിന്റെ സെൽഫി ക്യാമറ നമുക്ക് ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും ഒക്കെ തരുന്നുണ്ട്. ഈ കാണുന്നത് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള നല്ല ക്വാളിറ്റി വീഡിയോസ് നമുക്ക് ഇതിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കും. സോ ക്യാമറ എന്തായാലും നല്ല രീതിക്കുള്ള ക്വാളിറ്റി ഉണ്ട്. ഇത് കൂടാതെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. സിംഗിൾ ടേക്ക് പോലുള്ള ഫീച്ചറുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഫോട്ടോ റീമാസ്റ്റർ പോലുള്ള ചില പുതിയ ഫീച്ചറുകളും ഇവിടെ പരിചയപ്പെടാം. അതായത് ഇതൊരു ഒത്തിരി ബ്ലറായ ഇമേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നുകൂടി ഷാർപ്പാക്കി കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിയെടുക്കണമെങ്കിൽ ഇതിലുള്ള ഫോട്ടോ റീമാസ്റ്റർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ ഒരിത്തിരി ബെറ്റർ ക്വാളിറ്റിയിലേക്ക് നിങ്ങളുടെ ഇത്തിരി മോശപ്പെട്ട ഇമേജുകളാണെങ്കിലും അതിനെ ഇംപ്രൂവ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതേപോലെ ഒബ്ജക്റ്റ് ഇറേസർ പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് ഈ ഒരു ഇമേജിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ചെറിയ സംഗതി അത് വേണ്ട, അൺവാണ്ടഡ് തിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് മാച്ച് കളഞ്ഞ് അതില്ലാത്ത രീതിയിൽ ഡീസൻ്റ് ആയിട്ട് ഫോട്ടോസ് കൊണ്ടുവരാം. സോ ഈ രീതിയിലുള്ള കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഓവറോൾ നല്ല ക്വാളിറ്റിയാണ്, നല്ല ഫീച്ചേഴ്സും ഉൾപ്പെടുന്നുണ്ട്. സോ ക്യാമറ എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഡിസ്പ്ലേ. സെഗ്മെന്റ് ലീഡിംഗ് സൂപ്പർ ആമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ സൂപ്പർ ആമോലെഡ് പ്ലസ് എന്ന് പറയുമ്പോൾ ആമോലെഡ് ഡിസ്പ്ലേ അപേക്ഷിച്ച് 30% തിന്നുറൊക്കെയാണ്. അതുകൊണ്ട് കൂടിയാണ് 7.4 എന്ന് പറയുന്ന അത്രയും ലൈറ്റായി അത്രയും സ്ലിം ആയ രീതിയിലേക്ക് ഈ ഫോൺ മാറിയിരിക്കുന്നത്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ്. ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെയാണ് റിഫ്രഷ് റേറ്റ്. 800 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. ഓവറോൾ ഗുഡ് ക്വാളിറ്റിയാണ് നിങ്ങളിവിടെ കണ്ട പോലെ. ഇനി സെഗ്മെന്റ് ഓൺലി ഫീച്ചറായ ഓട്ടോ ഡാറ്റ സ്വിച്ചിങ് എന്ന സംവിധാനം വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സിം 1 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അതിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് റേഞ്ച് കുറവുള്ള സാഹചര്യം മറ്റോ വന്നു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി ഡാറ്റ മാറിയിട്ട് സിം 2ലേക്ക് വരും. അങ്ങനെ ഓട്ടോമാറ്റിക്കൽ ഡാറ്റ സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം സെഗ്മെന്റിൽ ആദ്യമായിട്ട് സാംസങ് ഈ ഒരു ഫോണിലൂടെ കൊണ്ടുവരികയാണ്. പിന്നെ അടുത്തൊരു യൂസ്ഫുൾ ആയ ഘടകം എന്ന് പറയുന്നത് ഇന്റലിജന്റ് ഫോക്കസ് സംവിധാനം. അതായത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇതിൽ ക്രൗഡായ ഏരിയയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കണിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ്, പുറത്തുനിന്നുള്ള അൺവാണ്ടഡ് നോയ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊരു നോയ്സ് ക്യാൻസലിംഗ് സംവിധാനം എനേബിൾ ആവുമെന്ന് സാരം. സോ നോയ്സ് ഒക്കെ ഉള്ള ഏരിയയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യുമ്പോഴും ഒരു ക്വാളിറ്റിയിൽ തന്നെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇതിനകത്ത് നല്ല സെഗ്മെന്റ് ലീഡിംഗ് വേപ്പർ കൂളിംഗ് ചേമ്പറും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതായത് ഹീറ്റിംഗ് വരാതെ തടയാൻ വേണ്ടുന്ന സംവിധാനമൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് സാരം. അത്യാവശ്യം ഈ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഫോണിൽ. അങ്ങനെ ഗെയിം കളിക്കുമ്പോൾ തന്നെ ഓവർ ഹീറ്റിംഗ് വന്ന് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാട്ടോ, യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല നൈസായിട്ട് ഈ കാണുന്ന ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 900 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. 6GB റാം 128GB സ്റ്റോറേജ്, 8GB റാം 128GB സ്റ്റോറേജ്, അങ്ങനെയാണ് റാം ആൻഡ് സ്റ്റോറേജ് ഓപ്ഷനുകൾ വരുന്നത്. സെഗ്മെന്റ് ലീഡിംഗ് 16GB റാം സെറ്റപ്പും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നിങ്ങൾ 8GB റാമുള്ള ഫോണാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് 8GB കൂടി റാം പ്ലസ് വഴി സ്റ്റോറേജ് എന്ന റാം ആഡ് ചെയ്യാം. 8+8 16GB റാമുള്ള ഫോൺ പോലെ നിങ്ങൾക്ക് ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. 16GB റാമുള്ള ഫോണൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ 8GB റാം ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി 16GB റാമുള്ള ഫോൺ ഉപയോഗിക്കാം. ഇനി ഈ ഫോൺ വരുന്നത് ആൻഡ്രോയിഡ് 12-ലാണ്, One UI 4-ലാണ്. നിങ്ങൾക്ക് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. നോക്ക് സെക്യൂരിറ്റി പോലുള്ള സംവിധാനങ്ങളുണ്ട്. സെക്യൂർ ഫോൾഡർ പോലുള്ള ഫീച്ചറുകളും ഈ ഫോണിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. 5G ബാൻഡുകൾ, 5G ഉള്ള ഫോണാണ്, 5G ആണ്. ഇതിൽ 12 5G ബാൻഡുകളും വരുന്നുണ്ട്. സോ 5G ഗ്യാരണ്ടിയാണ് Galaxy M53 5G. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ സംവിധാനം ഒന്നുമില്ല, മോണോ സ്പീക്കറാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മോണോ സ്പീക്കർ തന്നെയാണ്. ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറ ടു API ലിമിറ്റഡ് ആണ് വരുന്നത്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെയാണ്. ഹെഡ് സാർ വാല്യൂ 1.31 ആണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഈ ഒരു ഫോണിലുള്ളത്. പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ഫേസ് അൺലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ സെക്യൂരിറ്റി മേഖലകളൊക്കെ അടിപൊളിയാണ്. സാംസങ് നോട്ട്സും സെക്യൂർ ഫോൾഡർ അടക്കം സെറ്റപ്പാണ്. ഇനി ഫോണിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 26,499 രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 6GB റാം 128GB സ്റ്റോറേജിന്. ബാങ്ക് ഓഫർ ഇൻട്രോഡക്ടറി പ്രൈസ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ബാങ്ക് ഓഫർ അടക്കം ICICI ക്രെഡിറ്റ് കാർഡിന്മേലുള്ള ഓഫർ അടക്കം നോക്കിയാൽ ഇൻട്രോഡക്ടറി പ്രൈസ് 23,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കും. 29-ാം തീയതിയാണ് ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, 12 മണിക്കാണ്. നിങ്ങൾക്ക് താല്പര്യമായാൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓഫർ നോക്കി തന്നെ പർച്ചേസ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.